ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ റിയാക്ടിന്റെ UI കോമ്പോണന്റ് മെറ്റീരിയൽ UI എന്താ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അതേപോലെ നമ്മുടെ പ്രൊജക്റ്റിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ഓരോ കോമ്പോണന്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. ഫസ്റ്റ് ഇതിന്റെ ഡോക്യുമെന്റ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കോമ്പോണന്റ്സ് കാണാം. അതിൽ ഇൻപുട്ട് കോമ്പോണന്റ്സിൽ ബട്ടൺ കോമ്പോണന്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. HTML ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാറില്ലേ? നേറ്റീവ് ബട്ടൺസോ അല്ലെങ്കിൽ ആങ്കർ കൺട്രോൾസ് ഒക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഈ ബട്ടൺ കോമ്പോണന്റ് നമുക്ക് ഈ ബട്ടനെ സ്റ്റൈൽ ചെയ്യാനും അഡീഷണൽ ഫംഗ്ഷനാലിറ്റീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ഫംഗ്ഷനാലിറ്റി ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബട്ടൺ കോമ്പോണന്റിന്റെ ഓരോ പ്രോപ്പർട്ടീസ് ആയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ ഞാൻ ആദ്യം എന്റെ പ്രൊജക്റ്റിൽ ഒരു കോമ്പോണന്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. സോഴ്സ് ഫോൾഡറിന്റെ അണ്ടറിൽ കോമ്പോണന്റ് ഫോൾഡറിന്റെ അണ്ടറിൽ MUI ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു JS ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഒരു ഫങ്ഷണൽ കോമ്പോണന്റ് റിയാക്ടിന്റെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ബട്ടൺ കോമ്പോണന്റിനെ ഇമ്പോർട്ട് ചെയ്യണം. സോ ഈ ലൈബ്രറിയിൽ നിന്ന് ബട്ടൺ കോമ്പോണന്റിനെ ഇമ്പോർട്ട് ചെയ്തു. ഇനി ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുവാണ്. ഓപ്പൺ ടാഗ്, ക്ലോസ് ടാഗ്. ഇനി ബട്ടൺ കോമ്പോണന്റിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വേരിയന്റ് പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ബട്ടണ് സ്റ്റൈൽ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ വേരിയന്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ്. 3 വേരിയന്റ്സ് ആണുള്ളത്: ടെക്സ്റ്റ്, കണ്ടെയ്ൻഡ്, ഔട്ട്ലൈൻഡ്. നമുക്ക് 3 വേരിയന്റും സെറ്റ് ചെയ്തിട്ട് 3 ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ വേരിയന്റ് പ്രോപ്പർട്ടീനെ ഡിഫൈൻ ചെയ്യുന്നു. ടെക്സ്റ്റ് ആണ് വേരിയന്റ് ഫസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടൺ ക്യാപ്ഷൻ ആയിട്ടും ഞാൻ ടെക്സ്റ്റും തന്നെയാണ് കൊടുക്കുന്നത്. ഇതിനൊന്ന് കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വേരിയന്റ് ഞാൻ കണ്ടെയ്ൻഡ് ആണ് കൊടുക്കുന്നത്. ബട്ടൺ ടെക്സ്റ്റും കണ്ടെയ്ൻഡ് തന്നെ കൊടുക്കുന്നു. മൂന്നാമത്തെ വേരിയന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്ലൈൻഡ് ആണ് കൊടുക്കുന്നത്. ടെക്സ്റ്റും ഔട്ട്ലൈൻഡ് സെറ്റ് ചെയ്യുന്നു. ഇനി ഞാൻ ഈ കോമ്പോണന്റിനെ app.jsൽ ഡിഫൈൻ ചെയ്യുവാണ്. ഇനി നമുക്ക് ഇന്റർഫേസിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 3 ബട്ടൺസ് ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യത്തെ ടെക്സ്റ്റ് ബട്ടൺ, രണ്ടാമത്തത് കണ്ടെയ്ൻഡ് ബട്ടൺ, മൂന്നാമത്തത് ഔട്ട്ലൈൻഡ്. ഇതിന്റെ സ്റ്റൈല് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ടെക്സ്റ്റ് ബട്ടൺ യൂസ് ചെയ്യുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ അധികം നമ്മൾ അത് യൂസ് ചെയ്യാത്ത ബട്ടൺസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പോപ്പപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാർഡ് ഫൂട്ടർ സെറ്റ് ചെയ്യാൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. പ്രൈമറി ആക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ കണ്ടെയ്ൻഡ് ബട്ടൺസ്. ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ ലോഗിൻ ബട്ടൺ, രജിസ്റ്റർ ബട്ടൺ, ഇതൊക്കെ പ്രൈമറി പർപ്പസിന് വേണ്ടിയിട്ടുള്ളതല്ലേ, അതിനു വേണ്ടിയിട്ട്. ഇനി ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഇടയിൽ വരുന്നതാണ് ഔട്ട്ലൈൻഡ് ബട്ടൺ. ഇതൊരു സെക്കൻഡറി ആക്ഷൻസ് ബട്ടൺ ആണ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ക്യാൻസൽ ബട്ടൺസ് അല്ലെങ്കിൽ ഗോ ബാക്ക് ബട്ടൺസ് ഇല്ലേ? ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു മോഡ്യൂൾ എടുത്തിട്ട് തിരിച്ച് ഫസ്റ്റ് മോഡ്യൂളിലേക്ക് പോകണമെങ്കിൽ ഗോ ബാക്ക് ബട്ടൺസ് സെറ്റ് ചെയ്യാറില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതാണ് ഔട്ട്ലൈൻഡ് ബട്ടൺസ്. ഇതാണ് ബട്ടന്റെ 3 വേരിയന്റ് പ്രോപ്പർട്ടീസ്. ഈ 3 വേരിയന്റും ഇവരുടെ ഡോക്യുമെന്റേഷനിൽ വിത്ത് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബട്ടൺ കളേഴ്സ് എങ്ങനെ സെറ്റ് ചെയ്യാന്നാണ്. ഇവിടെ മെറ്റീരിയൽ UIന്റെ ഡീഫാൾട്ട് കളറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതറിയണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നോഡിന്റെ അണ്ടറിൽ പോയിട്ട് ഡീഫാൾട്ട് തീം വ്യൂവർ നോക്കിയാൽ മതി. എക്സ്പാൻഡ് ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രൈമറി എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ നോക്കിയാൽ മതി. ഈ ഒരു കളറാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കളറാണ് ഈ ബട്ടൺ ഇപ്പോൾ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. ഡീഫാൾട്ട് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന കളർ ഓപ്ഷൻ. ഇനി നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഒരു കളർ പാലറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ 6 കാറ്റഗറി ഓഫ് കളേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈമറി, സെക്കൻഡറി, എറർ, വാർണിംഗ്, ഇൻഫോ, സക്സസ്. ഇങ്ങനെ 6 കാറ്റഗറി കളേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡീഫാൾട്ടിനെ ഓവർറൈഡ് ചെയ്തിട്ട് ഈ കളർ സെറ്റ് യൂസ് ചെയ്യാം. ഇത് കൂടാതെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ വെച്ചിട്ട്. അപ്പൊ നമ്മൾ ഈ കാറ്റഗറി യൂസ് ചെയ്തിട്ട് എങ്ങനെയാ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് എഗെയിൻ ഒരു ബട്ടൺ സെറ്റും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. 6 ബട്ടൺസ്. ബട്ടൺ കളർ പ്രോപ്പർട്ടി കൊടുക്കുന്നു. പ്രൈമറി ആണ് ഫസ്റ്റ് സെറ്റ് ചെയ്യുന്ന കളറ്. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡറി കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് എറർ കൊടുക്കാം. വാർണിംഗ് കൊടുക്കാം. ഇൻഫോ,
ഫൈനലി സക്സസ്. ഇനി അഗൈൻ വന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനൊരു ബ്രേക്ക് കൊടുക്കും കേട്ടോ ഇതിന്റെ രണ്ടിന്റെയും കൂടി ഇടയ്ക്ക്. നിങ്ങൾക്ക് സ്റ്റാക്ക് ലേഔട്ട് വെച്ചിട്ട് ക്ലീൻ ആയിട്ട് ചെയ്യാം. അത് നമുക്ക് ആ ലേഔട്ട് എത്തുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കണ്ടില്ലേ, പ്രൈമറി, സെക്കൻഡറി, എറർ, വാർണിംഗ്, ഇൻഫോ, സക്സസ്. ഇവിടെ കൊടുത്തിരിക്കുന്ന സെയിം പ്രീ ഡിഫൈൻഡ് കളർ വെച്ചിട്ട് ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റിന് പകരം കണ്ടെയ്ൻഡ് ബട്ടണും ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. കണ്ടെയ്ൻഡ് ബട്ടൺസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വേരിയന്റ്. ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന കളേഴ്സ് വന്നിട്ടുണ്ട്. വാർണിംഗിൽ നമുക്ക് എന്തോ ഇഷ്യൂ വന്നിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ വേരിയന്റ് സെറ്റ് ആയിട്ടില്ല. ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രീ ഡിഫൈൻഡ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന കളേഴ്സ് വെച്ചിട്ടുള്ള കണ്ടെയ്ൻഡ് ബട്ടൺസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ബട്ടൺ എങ്ങനെയാണ് സൈസ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. എംയുഐയിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ട് 3 സൈസ് വാല്യൂസ് ഉണ്ട്, സ്മോൾ, മീഡിയം, ലാർജ്. ഇത് സൈസ് ആണ് അതിന്റെ പ്രോപ്പർട്ടി നെയിം. സൈസ് പ്രോപ്പർട്ടിയിൽ ഈ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാം. എഗെയിൻ ഞാൻ ഒരു സെറ്റ് ബട്ടണും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ് സൈസ് പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കണ്ടെയ്ൻഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടെയ്ൻഡ് ബട്ടനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ സൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാം. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ടൈപ്പ് ബട്ടൺ ആണുള്ളത്, സ്മോള്, മീഡിയം, ലാർജ്. അപ്പൊ ഞാൻ ഈ 3 ബട്ടണും ക്രിയേറ്റ് ചെയ്യുവാണ്. മീഡിയം, ലാർജ്. ബട്ടൺ ക്യാപ്ഷനും ഒന്ന് ചേഞ്ച് ചെയ്യുവാണ്. സ്മോൾ, മീഡിയം, ലാർജ്. ഇപ്പൊ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്മോൾ ബട്ടൺ, മീഡിയം ബട്ടൺ, ലാർജ് ബട്ടൺ, ആ സൈസിനനുസരിച്ചിട്ടുള്ള ബട്ടൺസ് നമ്മൾ ആ സൈസ് പ്രോപ്പർട്ടിക്ക് അനുസരിച്ചിട്ടുള്ള ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ബട്ടണിൽ നമുക്ക് ഐക്കൺസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഈ ലൈബ്രറിയിൽ തന്നെ പ്രീ ഡിഫൈൻഡ് ആയിട്ടൊരു സെറ്റ് ഓഫ് ഐക്കൺസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഈ ഐക്കൺസ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് കോമ്പോണൻസിൽ ഐക്കൺസിൽ പോയാൽ മതി. അവിടെ ഞാൻ ഈ npm കമാൻഡ് ഒന്ന് കോപ്പി ചെയ്യുകയാണ്. ടെർമിനലിൽ വന്നിട്ട് പ്രൊജക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഡിപ്പെൻഡൻസി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഐക്കൺസ് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൽ ആക്സസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഐക്കൺ സെറ്റ് ചെയ്താൽ നോക്കണേ, ഫസ്റ്റ് നമ്മൾ ഈ മെറ്റീരിയൽ ഐക്കൺസ് എന്ന് പറഞ്ഞിട്ടുള്ള അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടില്ലേ പ്രീ ഡിഫൈൻഡ് സെറ്റ് ഓഫ് ഐക്കൺസ്. ഇതിൽ നമുക്ക് സെൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഐക്കൺ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. സെൻഡ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പൊ ഇവിടെ സെൻഡ് ഐക്കൺസ് ഉണ്ട്. ഞാൻ ഈ ബട്ടൺ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണ്. എന്നിട്ട് അതിന്റെ ഇമ്പോർട്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഒന്ന് കോപ്പി ചെയ്യുന്നു. ഇവിടെ ഐക്കൺ ഡിപ്പെൻഡൻസി ഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കോപ്പി ചെയ്തുകൊണ്ട് വന്ന ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഈ പ്രൊജക്റ്റിൽ പേസ്റ്റ് ചെയ്യുന്നു. എഗെയിൻ ഞാനൊരു 2 ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് ഈ വേരിയന്റ് ബട്ടനെ ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഞാനൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാണ്. വേരിയന്റ് കണ്ടെയ്ൻഡ് ആയിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ബട്ടന്റെ ക്യാപ്ഷൻ ഞാൻ സെൻഡ് എന്നാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ക്യാപ്ഷൻ 2 വിധത്തിൽ സെറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ബട്ടന്റെ ടെക്സ്റ്റിന് മുന്നേ, അല്ലെങ്കിൽ ബട്ടന്റെ ടെക്സ്റ്റ് കഴിഞ്ഞിട്ട്. ബട്ടന്റെ ടെക്സ്റ്റിന് മുന്നെയാണ് ക്യാപ്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടെങ്കിൽ സ്റ്റാർട്ട് ഐക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ സെൻഡ് ഐക്കൺ എന്ന് പറഞ്ഞ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു കോമ്പോണന്റ് ഇല്ലേ, അതിനെ ഇൻവോക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ ബട്ടന്റെ ക്യാപ്ഷൻ കഴിഞ്ഞിട്ടാണ് ഈ ഐക്കൺ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതുണ്ടെങ്കിൽ സ്റ്റാർട്ട് ഐക്കണിന് പകരം എൻഡ് ഐക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇത് ബട്ടൺ ക്യാപ്ഷൻ കഴിഞ്ഞിട്ട് ഇതിനെ സെറ്റ് ചെയ്തോളും. നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ബട്ടൺ ക്യാപ്ഷന് മുന്നേ ഈ ഐക്കൺ വന്നിട്ടുണ്ട്. അതേപോലെ ബട്ടൺ ക്യാപ്ഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഐക്കൺ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ബട്ടണിൽ. ഇങ്ങനെയാണ് ഐക്കൺ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിക്വയർമെന്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ബട്ടൺ ആവശ്യമുള്ള ഐക്കൺ ഇതിന് ചൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഈ ഐക്കൺ മാത്രമായിട്ട് എങ്ങനെയാണ് ബട്ടൺ ടെക്സ്റ്റ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഐക്കൺ ബട്ടൺ ഇമ്പോർട്ട് ചെയ്യണം. ഐക്കൺ ബട്ടൺ കോമ്പോണന്റ് ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ട് ഞാൻ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഈ ഐക്കൺ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുവാണ്.
ഡയറക്റ്റ് ഇതിന്റെ ക്യാപ്ഷൻ ആയിട്ട് നമുക്ക് ഞാൻ ഈ സെൻഡ് ഐക്കൺ തന്നെയാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പൊ സെൻഡ് ഐക്കൺ കോമ്പോണന്റിനെ സെറ്റ് ചെയ്യാം. ഇനി സാധാരണ ബട്ടണെ പോലെ തന്നെ ഇതിന് നമുക്ക് കളർ സെറ്റ് ചെയ്ത് കൊടുക്കാം. കളർ പ്രോപ്പർട്ടി ഇവിടെ നമുക്ക് സക്സസ് സെറ്റ് ചെയ്യാം. അതേപോലെ സൈസ് പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാം. സൈസ് ഞാൻ മീഡിയം ആണ് കൊടുക്കുന്നത്. എഗെയിൻ ബ്രൗസറിൽ ഒന്ന് ചെക്ക് ചെയ്താൽ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ആ ഐക്കൺ ബേസ് ചെയ്തിട്ട് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കളറും സൈസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സക്സസിന്റെ കളർ ഗ്രീൻ അല്ലേ, അപ്പൊ അതിന്റെ കളറും പ്രോപ്പർട്ടീസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ബട്ടണ് ഇവന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ക്ലിക്ക് ഇവന്റ് അല്ലേ കൊടുക്കുക. അപ്പൊ നമുക്കൊരു ക്ലിക്ക് ഇവന്റ്, ഈ ഐക്കൺ ഒരു ക്ലിക്ക് ഇവന്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓൺ ക്ലിക്ക് ഞാനൊരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ജസ്റ്റ് അതിൻ്റെ അകത്തൊരു അലേർട്ട് ഇട്ട് കൊടുക്കുന്നു, ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട്. റിഫ്രഷ് ചെയ്യാം. ഇവിടെ കണ്ടില്ലേ, അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഇവന്റ്സും അറ്റാച്ച് ചെയ്യാം, സാധാരണ നമ്മൾ ബട്ടണിൽ ചെയ്യുന്ന പോലെ തന്നെ. ഇനി നിങ്ങൾക്ക് ഈ ബട്ടൺ സെറ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, മൗസ് ഓവർ ചെയ്യുന്ന സമയത്ത് ഒരു ഷാഡോ എഫക്റ്റും ഒരു എലിവേഷനും വരുന്നുണ്ട് അല്ലെ. അതേപോലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു റിപ്പിൾ എഫക്റ്റും വരുന്നുണ്ട്. സപ്പോസ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടീസ് ആവശ്യമില്ലെങ്കിൽ ഇതിനെ ഡിസേബിൾ ചെയ്യാം. അതിന് നിങ്ങൾക്ക് ഫസ്റ്റ് നമുക്ക് ഈ എലിവേഷനെ ഡിസേബിൾ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് രണ്ടാമത്തെ സെൻ ഐക്കൺ, രണ്ടാമത്തെ ഈ സെൻ ബട്ടണിലാട്ടോ. എലിവേഷനെയാണ് ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഡിസേബിൾ എലിവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബട്ടണിൽ നിന്ന് ആ എലിവേഷൻ പ്രോപ്പർട്ടി പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ റിപ്പിൾ എഫക്റ്റിന്റെ ആവശ്യമില്ലെങ്കിൽ ഞാൻ ഈ ഫസ്റ്റ് ബട്ടണിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഡിസേബിൾ റിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ റിപ്പിൾ എഫക്റ്റ് ഉണ്ട്. ഫസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ റിപ്പിൾ എഫക്റ്റ് പോയിട്ടുണ്ട്, പക്ഷേ എലിവേഷൻ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മെറ്റീരിയൽ യുഐയിൽ ബട്ടൺ കോമ്പോണന്റിന്റെ മെയിൻ പ്രോപ്പർട്ടീസ്. ഇത് കൂടാതെയും പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ്, അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യാന്നുള്ളത് ഞാൻ എല്ലാ കോമ്പോണൻസും കവർ ചെയ്ത് കഴിഞ്ഞിട്ട് കോമൺ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി കേട്ടോ. താങ്ക്